തമിഴ്നാട്ടിലെ മധുരയുടെ ഹൃദയത്തിൽ 17-ാം നൂറ്റാണ്ടിൽ പണിതുയർത്തിയ ഒരു അത്ഭുത കലാസൃഷ്ടി തിരുമലൈ നായക്കർ കൊട്ടാരം. 1623 മധുരയുടെ നായക്കർ വംശത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരികളിലൊരാളായ തിരുമലൈ നായക്കർ അധികാരത്തിലേറി. 1636 അദ്ദേഹം തൻ്റെ രാജധാനിയായി വലിയ കൊട്ടാരവും കലാ-സാംസ്കാരിക കേന്ദ്രവുമായ തിരുമലൈ നായക്കർ കൊട്ടാരം പണിതു. പാലസിൻ്റെ കലാരൂപം ദ്രാവിഡൻ ശൈലി, ഇസ്ലാമിക കലയും യൂറോപ്യൻ സ്വാധീനങ്ങളും ചേർന്നതാണ്. ഒരിക്കൽ ഇത് ഇന്നത്തേതിനേക്കാൾ 4 ഇരട്ടി വലുപ്പമുള്ള കൊട്ടാര സമുച്ചയമായിരുന്നു. പാലസിലെ 82 അടി ഉയരമുള്ള തൂണുകൾ, കൊത്തുപണികൾ, മനോഹരമായ ചിത്രലിപികൾ എല്ലാം കൂടി അന്നത്തെ കലാകാരന്മാരുടെ കഴിവിന് തെളിവാണ്. കൊട്ടാരത്തിലെ സ്വർഗവിലാസം, രാജാവിൻ്റെ സിംഹാസനത്തിനായി ഉപയോഗിച്ച മഹത്തായ മന്ദിരം, രംഗവിലാസം, സംഗീതം, നൃത്തം, നാടകം, രാജകീയ വിരുന്നുകൾ നടന്നിരുന്ന സ്ഥലവും ആയിരുന്നു. തിരുമലൈ നായക്കർ രാജാവിൻ്റെ മരണത്തിനു ശേഷം അദ്ദേഹത്തിൻ്റെ കൊച്ചുമകൻ തലസ്ഥാനത്തെ തിരുച്ചിയിലേക്ക് മാറ്റി. അവിടെ തൻ്റെ കൊട്ടാരം പണിയാൻ മധുരയിലെ കൊട്ടാരത്തിൻ്റെ പല ഭാഗങ്ങളും പൊളിച്ചു കൊണ്ടുപോയി. അതുകൊണ്ടാണ് ഇന്ന് നമുക്ക് കൊട്ടാരത്തിൻ്റെ ഒരു ഭാഗം മാത്രമായി കാണാൻ കഴിയുന്നത്. പിന്നീട് ബ്രിട്ടീഷ് ഭരണകാലത്ത് 19-ാം നൂറ്റാണ്ടിൽ ലോർഡ് നാപ്പിയർ കൊട്ടാരത്തിൻ്റെ ശേഷിക്കുന്ന ഭാഗങ്ങൾ സംരക്ഷിച്ചു. ഇന്ന് അത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിൽ പരിപാലിക്കപ്പെടുന്നു. ഇന്ന് ഇവിടെ എത്തുന്നവർക്ക് വലിയ കോട്ടയാടുകൾ, കലാപരമായ തൂണുകൾ, മനോഹരമായ അലങ്കാരങ്ങൾ എല്ലാം കാണാൻ കഴിയും. വൈകുന്നേരങ്ങളിൽ നടക്കുന്ന ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ, തിരുമലൈ നായക്കർ രാജാവിൻ്റെ കഥ, മധുരയുടെ ചരിത്രം എന്നിവ സന്ദർശകർക്കൊരു മായാജാലം പോലെ അനുഭവം സമ്മാനിക്കുന്നു. കാലം കടന്നുപോയെങ്കിലും തിരുമലൈ നായക്കർ കൊട്ടാരം ഇന്നും നിലകൊള്ളുന്നു, ഒരു നഗരത്തിൻ്റെ ചരിത്രവും കലാസമ്പന്നമായ ഭാവവും നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ട്. മധുരൈ സന്ദർശിക്കുന്നവർ തീർച്ചയായും കാണാൻ ശ്രമിക്കുക ഈയൊരു കൊട്ടാരം. 10 രൂപയാണ് ഒരാൾക്ക് എൻട്രി ഫീസ് വരുന്നത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.